അപ്പോൾ ഞാൻ ആരെയെങ്കിലും ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആരെയെങ്കിലും ഞാൻ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും അതിനുള്ള മാപ്പ് അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം ഞാൻ ആളുകളോട് പിണങ്ങുന്നത് ചിലപ്പോൾ നിസ്സാര കാര്യങ്ങൾക്കായിരിക്കാം. പക്ഷെ അത് അത്രയും തന്നെ നിസ്സാര പിണക്കങ്ങളായി തന്നെ കണക്കാക്കേണ്ടതാണ് എന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. ഇനി നമ്മളെല്ലാവരും കാത്തിരുന്ന ആയത് ടൊവിൽ നിന്ന് കേൾക്കാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഈ സിനിമ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മനസ്സിലൊരു സ്വപ്നമായിട്ട് തുടങ്ങി. ഈ സിനിമയെ പറ്റി ചിലപ്പോൾ ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ട് പ്രൊമോഷന്റെ ഭാഗമായിട്ടും ഒക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കുറേ സംസാരിച്ചിട്ടുള്ളതായിരുന്നു കൊണ്ട് ഞാൻ ഈ സിനിമയെ പറ്റി, ഇതുണ്ടായ വഴിയെ പറ്റി, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മൾ ഈ സിനിമ ചെയ്തത് എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. ഓൾറെഡി ഒരുപാട് ആൾക്കാർക്ക് അറിയാമായിരിക്കും. പിന്നെ അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. സിനിമ ഒരുപാട് ആളുകൾ കാണുകയും ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നതിന് മാത്രമേ ഇവിടെ പ്രസക്തിയുള്ളൂ. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്ത ഈ സിനിമ ഇത്രയും സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതിൽ ആദ്യം നന്ദി പറയാനുള്ളത് തീർച്ചയായിട്ടും ജിതിനും സുജിത്തേട്ടനും എന്നിൽ അർപ്പിച്ച വിശ്വാസമാണ്. എനിക്ക് പോലും ഉണ്ടായിരുന്നില്ല വിശ്വാസം എന്നിൽ. ആ വിശ്വാസമാണ് ഈ സിനിമയിലേക്ക് എന്നെ എത്തിച്ചത്. ഇതിൽ 3 കഥാപാത്രങ്ങളെ ചെയ്യുന്ന അങ്ങനെ ഒരു രീതിയിലേക്ക് എന്നെ എത്തിച്ചത് അവർക്ക് എന്നിലുണ്ടായിരുന്ന വിശ്വാസമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അഭിനയ പ്രാധാന്യം ഉള്ള വേഷങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നടൻ എന്നുള്ള നിലയിലും ഒരു ബാങ്കബിൾ ആക്ടർ എന്നുള്ള നിലയിലും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ സിനിമ. അതേസമയം തന്നെ ഏറ്റവും വലിയ ചലഞ്ചുമായിരുന്നു, ഭയങ്കര വെല്ലുവിളിയായിരുന്നു. ഈ 3 കഥാപാത്രങ്ങളും നന്നായി വരണം, സിനിമ തിയേറ്ററിൽ നന്നായിട്ട് ഓടണം. അത് തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഭാഗ്യമാണ്, അതേസമയം ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. അത് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് വരെ അതൊരു വെല്ലുവിളിയായിരുന്നു. അപ്പോൾ അതിന് കൂടെ നിന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. പക്ഷെ ഈ സിനിമയിൽ ഒരു ദിവസം അഭിനയിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ വിജയം, ഈ സിനിമയുടെ വിജയം. അതിന് ഓരോരുത്തരോടും, എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്സിനോടും, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരോടും, ഈ സിനിമയിൽ എൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാനില്ലാത്ത സീനുകളിലും ഒക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള പ്രധാന നടീനടന്മാരും അതല്ലാതെ ഒരു ചെറിയ ഷോട്ടിലെങ്കിലും അഭിനയിച്ചിട്ടുള്ള ഓരോരുത്തർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. പിന്നെ തീർച്ചയായിട്ടും ഈ സിനിമ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അത്ര എളുപ്പമല്ലായിരുന്നു. നമുക്ക് നമ്മളുടെ കയ്യിലുള്ള നമ്മളുടെ ഈ പറയുന്ന പോലെ മറ്റ് ഇൻഡസ്ട്രികൾക്ക് പോസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള അത്രയും വലിയ സെറ്റപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചത് ഏറ്റവും നല്ലൊരു സിനിമ എടുക്കണം എന്നുള്ളതിനായിരുന്നു. അതിന് വിശ്വസിച്ച് കൂടെ നിന്നിട്ടുള്ള പ്രൊഡ്യൂസർമാർക്കും ആ ഒരു സമയത്ത് ഒരു ഘട്ടത്തിൽ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള പ്രിയപ്പെട്ട ലിസ്റ്റിൻ സ്റ്റീഫനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ ഞാൻ ആളുകളോട് പിണങ്ങുന്നത് ചിലപ്പോൾ നിസ്സാര കാര്യങ്ങൾക്കായിരിക്കാം. പക്ഷെ അത് അത്രയും തന്നെ നിസ്സാര പിണക്കങ്ങളായി തന്നെ കണക്കാക്കേണ്ടതാണ് എന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. ഞാനത് ചിലപ്പോൾ 1 ദിവസം 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ എന്തിനാ പിണങ്ങിയെന്ന് ഞാൻ തന്നെ മറന്നുപോകും. അപ്പോൾ പിണക്കങ്ങളൊന്നും ഒരിക്കലും പെർമനൻ്റ് അല്ല, ടെമ്പററിയാണ്. പ്രത്യേകിച്ച് സിനിമകൾ വിജയിക്കുന്ന സമയങ്ങൾ അങ്ങനത്തെ പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് മാറാനുള്ളതുമാണ്. അപ്പോൾ ഞാൻ ആരെയെങ്കിലും ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആരെയെങ്കിലും ഞാൻ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും അതിനുള്ള മാപ്പ് അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം ഈ സിനിമയ്ക്ക് കൂടെ നിന്ന, ഈ സിനിമയുടെ ഭാഗമല്ലാഞ്ഞിട്ടും ഈ സിനിമയുടെ കൂടെ നിന്ന ഒരുപാട് പേരുണ്ട്. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങിൽ ഭാഗമാകാൻ വന്നിട്ടുള്ള ഒരുപാട് ഗസ്റ്റുകളുണ്ട്. പ്രസിഡറും എല്ലാവരുടെയും ഈ സ്നേഹവും അനുഗ്രഹവും ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. തുടർന്നും അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മലയാളികൾ കണ്ട എൻ്റെ ഒരു സിനിമ ARM ആയിരിക്കും. അത് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം എനിക്കത് പലപ്പോഴും അറിയാനും പറ്റുന്നുണ്ട്. ചില സിനിമകൾ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെയോ അല്ലെങ്കിൽ മുതിർന്നവരുടെയോ ഒക്കെ ഒരു സ്നേഹം നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റാറുണ്ട്. ഈ സിനിമ 3 കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടോ അതോ സിനിമയ്ക്കൊരു മുത്തശ്ശിക്കഥയുടെ സ്വഭാവമുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഈ സിനിമയിൽ ഫാൻറ്റസിയും അങ്ങനെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പല എലമെന്റ്സും ഈ സിനിമയിൽ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കും ഞാൻ ഭയങ്കരമായിട്ടുള്ള സ്നേഹം അനുഭവിക്കുന്നുണ്ട് ഈ സിനിമയുടെ റിലീസിന് ശേഷം.
ഈ സിനിമയെ സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി. ഞങ്ങളെല്ലാവരും ചെയ്ത ഞങ്ങളുടെ വർക്കുകളെ സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി. അതിനോടൊപ്പം ഒരു കുന്നു സ്നേഹം തന്നതിന് അതിനേക്കാളും വലിയ നന്ദി. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി. ഇനി ആരെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പിന്നെ ഡെഫിനറ്റ്ലി നിർത്തിക്കൊണ്ട് പറയേണ്ട കാര്യമില്ല. എൻ്റെ പില്ലർ ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്, സുഹൃത്തുക്കളാണ്. അവർക്ക് എല്ലാവർക്കും ഇതിനോടകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്.